മുബഷിറിലേക്ക് വരാം. ഞാൻ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം കൂടി നമുക്കിപ്പോൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുന്നുണ്ട്. മുബഷിറിലേക്ക് വരാം. മുബഷിർ, അവിടെയും അതായത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് മുൻപ്, ഷിരൂരിലെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് മുൻപും ഈ പാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ആ ഭാഗം മുഴുവൻ IRB കരാർ എടുത്തിരിക്കുന്ന ഭാഗം മുഴുവൻ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് ജീവിതം ദുഷ്കരമാണ്. അതുകൊണ്ട് അവരുടെ സുരക്ഷ, ആളുകളുടെ അവിടെ ജീവിക്കുന്നവരുടെ മാത്രമല്ല, അതുവഴി കടന്നു പോകുന്ന നിരവധി ട്രക്ക് ഡ്രൈവർമാർ, ടാങ്കർ ലോറികൾ, ഇതൊക്കെ കടന്നു പോകുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ അത് സുരക്ഷിതമാക്കി മാറ്റുക എന്നതും ഒരു ഉത്തരവാദിത്തമാണ്. വഴിയിലേക്ക് നീങ്ങുന്ന മണ്ണ് കോരി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ വഴികളിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ, സുരക്ഷിത യാത്ര അത് ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അതിന് ആ കരാറുകാർ കൃത്യമായാണോ ഈ കാര്യങ്ങൾ നിർവഹിച്ചിരിക്കുന്നത് എന്നതും പരിശോധിക്കണം. നോക്കൂ, ചിലയിടങ്ങളിൽ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഇത് നേരത്തെ അതുവഴി പോയ ഒരു വ്ളോഗർ പകർത്തിയ ദൃശ്യമാണ്, പാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടോ. ഇത് അർജുന്റെ ദുരന്തം ഉണ്ടാകുന്നതിന്, ഷിരൂരിലെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് മുൻപുള്ള ദൃശ്യമാണ്. ചിലയിടങ്ങളിൽ കൃത്യമായി മണ്ണെടുത്തിരിക്കുന്നു, ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ ഇതുപോലെയുള്ള സംരക്ഷണ കവചമൊന്നുമില്ല, നേരെ കുന്നാണ്. ആ കുന്ന് താഴേക്ക് പതിക്കുന്നു, മരങ്ങൾ കടപുഴകി താഴേക്ക് വീഴുന്നു. ഇതുപോലെയുള്ള ഒരു വലിയ മല മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അതുവഴി പോകുന്ന ആളുകളുടെ കാര്യം പിന്നെ നോക്കേണ്ടതില്ലല്ലോ. ഇതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടങ്ങളുണ്ട്, ഇടയ്ക്ക് നിർത്തിയിടുന്ന ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. അതൊക്കെയാണ് ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലുകൾ, ഇന്നുണ്ടായ മണ്ണിടിച്ചിലാണ് നമ്മൾ ഇടതുവശത്തെ സ്ക്രീനിൽ കാണുന്നത്. വലതുവശത്തെ സ്ക്രീനിൽ കാണുന്നത് അർജുന്റെ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് കുന്നിടിഞ്ഞു വീണതാണ്. കുന്ന് താഴേക്ക് ചീന്തിയെടുത്തതുപോലെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വെട്ടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്പോട്ടുകൾ, ഇത് ബ്ലാക്ക് സ്പോട്ടുകളാണ്. ഇത്തരം ദേശീയപാതയിലെ ബ്ലാക്ക് സ്പോട്ടുകൾ അടിയന്തരമായി ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം പൗരന്മാരുടെ ജീവന്റെ ഉത്തരവാദിത്തം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ദേശീയപാത അതോറിറ്റി കൃത്യമായല്ല ഇക്കാര്യങ്ങൾ കരാറുകാർ ചെയ്യുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരോട് വിശദീകരണം ചോദിക്കുകയും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് ഇനി നമ്മൾ, ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട്. ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില പ്രാഥമിക കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവയിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ തിരിയണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. മുബഷിർ, നേരത്തെയുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ഇത് അർജുൻ അപകടത്തിൽപ്പെട്ട 16-ാം തീയതിക്ക് മുൻപ് ചിത്രീകരിച്ചവയാണ്. സുജയപാർവതി, ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏകദേശം 1 കിലോമീറ്റർ പുറത്താണ് ഷിരൂർ ദുരന്തബാധിത മേഖല. എല്ലാ മേഖലകളിലൂടെയും ഇതുപോലെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ് ഈ ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർച്ചയായ ഒരു മേഖലയിലൂടെ നമ്മുടെ വാഹനം ഈ മേഖലയിലൂടെ കടന്നുപോയി അങ്കോള മേഖലയിലേക്ക് എത്തുന്നതിന് മുൻപാണ് ഈ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ദുരന്തബാധിത മേഖലയിൽ നിന്നും ഏകദേശം 500 മീറ്റർ ഇപ്പുറത്താണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. റോഡിലേക്ക് പൂർണ്ണമായും മണ്ണുകൾ ഒലിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മേഖലയിൽ നിയന്ത്രണം ഉള്ളതുകൊണ്ട് വാഹനങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അർജുൻ്റെ വാഹനം ഉൾപ്പെടെ മണ്ണിനടിയിൽ അകപ്പെട്ടതുപോലെ ദിനം പ്രതി 1000-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമാണെങ്കിൽ ഒരു പക്ഷേ അത്തരമൊരു ദുരന്തം കൂടി. മുബഷിർ ഇപ്പോൾ യാത്ര ചെയ്ത് വരുമ്പോഴാണ് ആ ദൃശ്യങ്ങൾ കാണിച്ചു തന്നത്. നേരത്തെ അപകടം ഉണ്ടാകുന്നതിന് മുൻപും സമാനമായി മണ്ണിടിച്ചിൽ നടക്കുന്ന മേഖലയാണ്, ദുരന്ത സാധ്യതാ മേഖലയാണ് എന്നത് അധികൃതർക്കറിയാം. ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. മുബഷിർ അവിടെ നിന്ന് മാറണം, മുബഷിറിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണം നമ്മുടെ ടീമിൻ്റെതും. നമ്മൾ ആ ദൃശ്യങ്ങൾ, അത് മണ്ണിടിച്ചിൽ ഭീഷണി നിൽക്കുന്നു എന്നുള്ളത് കാണിക്കുന്നതിനായിട്ടാണ് നമ്മൾ ആ ഒരു റിസ്ക് എടുത്തത്. അവിടെ നിന്ന് നമ്മുടെ സംഘം നീങ്ങുകയാണ്. അർജുൻ കല്യാട്, കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇതാണോ അവസ്ഥ? സുജിയ, കിലോമീറ്ററുകളൊന്നും സഞ്ചരിക്കേണ്ട. ഏകദേശം നമ്മൾ നേരത്തെ നിന്നിരുന്നത് ഈ അപകടം നടന്നതിന് ഏകദേശം 600 മീറ്റർ ഇപ്പുറത്താണ്. അവിടെ നിന്നും, അതായത് നമ്മൾ നേരത്തെ നിന്നിടത്തു നിന്നും ഒരു 500 മീറ്റർ കൂടി, അതായത് ഈ സംഭവം നടന്ന ഷിരൂരിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ വരെ സഞ്ചരിച്ചാൽ ഇത്തരത്തിൽ അപകടകരമായ നിരവധിയായിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് അത്തരത്തിലുള്ളൊരു സ്പോട്ടിലാണ്. ഇവിടെ നമുക്കറിയാം, ഇതിന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ പാതയിലൂടെ നിരവധിയായിട്ടുള്ള രാത്രികളിൽ ഉൾപ്പെടെ നിരവധിയായ മഹാരാഷ്ട്രയിൽ നിന്നും ഗോവയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഈ വഴിയിലാണ് ഇത്തരത്തിലൊരു സൈഡ് വാള് പോലും ഇല്ലാതെ ഏത് നിമിഷവും ഒരു പാറ ഇളകി വന്നാൽ മാത്രം മതി ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുക. അല്ലാതെ വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവണമെന്നോ ഒരു ലാൻഡ് സ്ലൈഡ് സംഭവിക്കണമെന്നോ ഒന്നുമില്ല. കാരണം ചെറിയ ഒരു പാറ ഇളകി വന്നാൽ പോലും വലിയ അപകട സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ പറയുന്ന മേഖലയല്ല. ഇവിടെ നമുക്കറിയാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു സൈഡ് വാള് പോലുമില്ല. കൃത്യമായ തോതിൽ ഇവിടെ നിന്നും ഒഴുകി വരുന്ന വെള്ളം
വെള്ളം കടന്നു പോകാനുള്ള ഒരു നീർച്ചാല് പോലും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് അത്രമാത്രം ഗൗരവത്തിലാണ് ഈ ദേശീയപാത, അല്ലെങ്കിൽ ഗൗരവമില്ലാതെയാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയത് എന്ന് വ്യക്തമാക്കുന്നതാണ്. നമ്മൾ നോക്കൂ, ഇതിനകത്തു നിന്നും വെള്ളം ഇങ്ങനെ കിനിഞ്ഞിറങ്ങുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇത്തരത്തിൽ ആ വെള്ളം ഇറങ്ങുന്ന ഭാഗത്തൂടെ ഈ ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറയൊക്കെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത നമുക്ക് മുകളിൽ കാണാം. ഏതെങ്കിലും മരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ചെറിയ ഒരു വേരിൻ്റെ ഉറപ്പിൽ മാത്രം ഇവിടത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സാഹചര്യങ്ങൾ ഈ ദേശീയപാതയുടെ നിർമ്മാണം ഒട്ടും ഗൗരവത്തോടു കൂടിയല്ല, കൃത്യമായ തോതിൽ നിയമം പാലിച്ചുകൊണ്ടല്ല നടത്തിയിരിക്കുന്നതെന്നത് നമുക്ക് വ്യക്തമാണ്. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാത്രമല്ല, ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി ദൂരം പുറകോട്ട് സഞ്ചരിച്ചാൽ തന്നെ ഇത് തന്നെയാണ് കാണാൻ വേണ്ടി കഴിയും. ഇന്നലെ രാത്രി നമ്മൾ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഗതാഗത കുരുക്ക് നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിലുണ്ട്. അതായത് ഒരു സൈഡിലൂടെ മാത്രമേ, ഒരു വശത്തുകൂടെ മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ മറുവശത്ത് സമാനമായ രീതിയിൽ വാഹനങ്ങളെ തടഞ്ഞു നിർത്തുകയാണ്. പക്ഷേ ആ സ്ഥലത്ത് പോലും, ഇത്തരത്തിൽ വാഹനങ്ങൾ നിയന്ത്രിച്ച് വെക്കുന്ന സ്ഥലത്ത് പോലും വലിയ തോതിൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള മേഖലകളാണ്. അവിടെ പോലും വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയാണ്. കൃത്യമായ തോതിലുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നത് വലിയ തോതിൽ ഗൗരവമുള്ളതാണ്. നമുക്ക് ഇത് ഒരിടത്ത് മാത്രമല്ല, ഇവിടെ നിന്ന് നേരെ ക്യാമറ ആ ഭാഗത്തോട്ട് തിരിച്ചാൽ അവിടെയും എല്ലാം സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മുബഷീർ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു സാധ്യതയുള്ള സ്ഥലത്തേക്ക് നമുക്ക് നീങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. നിരവധിയായിട്ടുള്ള നമ്മുടെ ചരക്ക് ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ ഒരു ജനവാസ മേഖലയോ അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസിൻ്റെയൊക്കെ കൃത്യമായ തോതിലുള്ള ഒരു സാന്നിധ്യമുള്ള പ്രദേശമോ ഒന്നും തന്നെ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ആ സ്ഥലത്ത് പോലും ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ അശാസ്ത്രീയമായിട്ടുള്ള ഈ ദേശീയപാതയുടെ നിർമ്മാണം അപകട ഭീഷണി ഉയർത്തുന്നു എന്നത് വളരെയധികം ഗൗരവമുള്ളതാണ്. അടിയന്തരമായി ഇതിനകത്തൊരു ഇടപെടൽ സാധ്യമാവേണ്ടതുമാണ്. സുജിയ, ഇപ്പോൾ അർജുൻ കല്യാട് നിൽക്കുന്ന ഭാഗത്തും മലയുടെ ഓരത്തുകൂടിയുള്ള ദേശീയപാത നിർമ്മാണം അവിടെ ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചിട്ടുണ്ടോ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. ഇത് നമുക്ക് ഷിരൂരിലെ മാത്രം പ്രശ്നമല്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ ദേശീയപാത നിർമ്മാണത്തിൽ പല കരാറുകാരാണ് ഈ കരാർ ഏറ്റെടുക്കുന്നത്. കരാറുകാരുടെ ഉത്തരവാദിത്തമാണ് ആ പാത നിർമ്മാണവും പാതയുടെ സുരക്ഷിതത്വം മെയിൻറ്റെയിൻ ചെയ്യുക എന്നതും. അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നത് മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയം ഇപ്പോൾ പാർലമെന്റിലും എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഷിരൂരിലെ അപകടത്തിന്റെ കാരണം പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയോട് നമ്മുടെ അഭ്യർത്ഥന, റിപ്പോർട്ടർ എന്ന മാധ്യമത്തിന്റെ അഭ്യർത്ഥന, ഒരുപാട് മനുഷ്യർ സ്വന്തം കുടുംബത്തേക്ക് തിരിച്ചെത്തുന്നതിനായി പോകുന്നത് ഈ വഴികളിലൂടെയൊക്കെയാണ്. അപ്പോൾ ഈ വഴികളൊക്കെ സുരക്ഷിതമാക്കുക എന്നത് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. കരാറുകാർ അത് കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് മൂക്കുകയറിടാൻ കൃത്യമായി കഴിയണം. അതോറിറ്റിക്ക് അതിനുള്ള സംവിധാനം ഒരുങ്ങണം. ദുരന്തമുണ്ടായിട്ട് ദുരന്ത നിവാരണം നടത്തുന്നതിനേക്കാൾ ദുരന്തം ഒഴിവാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് ദേശീയപാത അതോറിറ്റി ഇങ്ങനെയുള്ള വഴികളിൽ, ഇങ്ങനെയുള്ള പാതകൾ നിർമ്മിക്കുന്ന വേളയിൽ കരാറുകാർ ചെയ്യുന്നുണ്ടോ എന്നത് ഉറപ്പാക്കുകയും വേണം. ഷിരൂർ നമുക്കൊരു പാഠമാണ്. അതുകൊണ്ട് തന്നെ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാത്ത തരത്തിൽ നമ്മൾ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത്. മുബഷീർ പി അക്ബറും അർജുൻ കല്യാടുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദീപക് മലയമയിലേക്ക് നമുക്ക് തെരച്ചിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഒന്ന് പോകാം. ദീപക് മലയമ, നേരത്തെ മഴ മൂലം തെരച്ചിലൊന്ന് നിർത്തിവെച്ചിരുന്നു, വീണ്ടും തുടങ്ങിയോ? സുജയ, ഇപ്പോഴും പ്രദേശത്ത് മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ മേഘം മൂടി നിൽക്കുന്ന അവസ്ഥ